ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് കാട് പിടിച്ച് കിടക്കുന്ന എൻ്റെ പറമ്പ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അതായത് കാടെല്ലാം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ചാനലിൽ. അവർക്ക് വേണ്ടിയാണ്. ഇഷ്ടപ്പെടാത്തവർ ദൈവത്തെ ഓർത്ത് വീഡിയോ കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പേര് വന്ന് പേഴ്സണലായിട്ട് പറയലുണ്ട്, എന്താ കാടെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാണേ. നമുക്ക് കാണാൻ പോയാലോ? കണ്ടോ, ഞങ്ങളെ പറമ്പാണ്. ഒന്നും തോന്നല്ലേ, മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. മഴക്കാലമെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം വെട്ടി ക്ലിയർ ചെയ്യും. ഇതന്നെ വല്ല പാമ്പ് കടിച്ച് ചാവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു പഴയ തറവാടായിരുന്നു. ആ വീട് ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് അവിടെ ഫുള്ള് കാട് കയറി കിടക്കുന്നതാണത്. വീടിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ പറമ്പാണേ ഇതെല്ലാം. വീടിൻ്റെ അവശിഷ്ടങ്ങൾ. പിന്നെ ഇതേപോലെ കാടുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. വല്ല പാമ്പ് വല്ലതും കടിച്ച് ചാവുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ എടുത്ത് തീരുന്നതിന് മുമ്പേ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ പഴയ ഒരു വീടിൻ്റെയൊക്കെ ഒരു കോലം കണ്ടോ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. പഴയ കിണർ എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഇത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ കഴിയില്ല കേട്ടോ, ഭയങ്കര കാടാണ്. അപ്പം ഇതിനി മഴക്കാലമൊക്കെ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് തിരിച്ച് നടക്കാം. തിരിച്ച് ഞാൻ നടക്കുകയാണേ. നമ്മുടെ പേരമരം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം പക്ഷെ എല്ലാം കിളികളെല്ലാം കൊണ്ടുപോയി. കാടായതിനു ശേഷം ഇങ്ങോട്ടൊന്നും വരലില്ല. അതുകൊണ്ടാണ്. പറമ്പിലെല്ലാം ഉണ്ട് അത്യാവശ്യം. കശുമാവ്, വാഴ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയൽ? ഈ നാട്ടിൽ ഗരുഡൻ പൂവെന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മായിമ്മ പറഞ്ഞു തന്നത്. എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. പേര മരമെല്ലാം ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര കാടാണ്. അതിൽ പേരയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല പാമ്പ് എന്നെ കടിച്ചു. വീട്ടിലോട്ട് തന്നെ നടക്കാം. ചേമ്പെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നാരകമാണേ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാരകമെല്ലാം കഴിഞ്ഞു. നാരങ്ങയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1-2 ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. എൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, സീതപ്പഴം, അതുണ്ട്. അത് കായെല്ലാം പിടിച്ചിട്ടുണ്ട്. അതൊരു 2-3 തൈയുണ്ട്, പുറത്തുമുണ്ട്. പിന്നെ മൽബറി, ഇതെല്ലാം ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും പ്രകൃതി ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കല്ലേ ഇതെന്താ ഇവിടെയൊന്നും വൃത്തിയാക്കാത്തതൊന്നും. മഴയല്ലേ, പുറത്തൊന്നും ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പിന്നെ നിറയെ കൊമ്പുകളുണ്ടായിരുന്നൊരു മരമായിരുന്നു. അതിപ്പം മഴക്കാലമായതുകൊണ്ട് വീട്ടിലെ ചപ്പെല്ലാം തറയിൽ വീണ് ഇങ്ങനെ മുറ്റമൊന്നും അടിക്കാൻ കഴിയില്ല അപ്പം. അതുകൊണ്ട് ഞങ്ങൾ വെട്ടിക്കളഞ്ഞത്. അങ്ങനെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നു. ഉണ്ടോ, സപ്പോട്ടയ്ക്ക മരം. പക്ഷേ കായെല്ലാം വളരെ കുറവാണ്. കിട്ടുന്നത് വവ്വാലും അതും ഇതെല്ലാം കൊണ്ടുവന്നു. ഇപ്പോൾ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാവരും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ഷാമമില്ല, എല്ലാം ഉണ്ട്. കറിവേപ്പില എല്ലാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കാടിൽ നിറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില മരമാണ്. ഇത് കണ്ടോ, അടുത്ത സീതപ്പഴം മരം നിൽക്കുന്നത്. നിറയെ കായുണ്ട് അതിൽ. നോക്കിയാൽ കാണാമോ എന്നറിയില്ല. കണ്ടോ,
എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്ത് വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ വീഡിയോ എടുത്തത്. ആർക്കും ഒന്നും തോന്നല്ലേ, എനിക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോ ഒക്കെ എടുക്കാൻ അറിയുള്ളൂ. ഇതൊക്കെയാണ് തുളസിക്കാട്. ഞങ്ങൾ തുളസി നിൽക്കുന്നുണ്ടോ? ആ നിൽക്കുന്നത് ചേമ്പിൻ്റെ ഇല കണക്ക് നിൽക്കുന്നത് ചീരച്ചേമ്പാണ് കേട്ടോ. അത് ചീരയാണ്, ചീര. ഒരു റംബൂട്ടാൻ മരം. ഇത് എല്ലാം കായ്ഫലം എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു പപ്പായ നിൽക്കുന്നുണ്ട്. ഇത് എരുക്കാണേ, എരുക്ക് മരം. പിന്നെ പച്ചമുളക്. മുളകെല്ലാം തേടി കണ്ടുപിടിക്കണം എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന്. ഇത് വെള്ളക്കാന്താരി. ഉണ്ടോ?